ഒരുമനൂർ പഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലയിൽ കാളമനക്കായലിലെ വേലിയേറ്റം മൂലം വീടുകളിലേക്കും കുടിവെള്ള സ്രോതസ്സുകളിലേക്കും ഉപ്പുവെള്ളം കയറി പ്രദേശവാസികൾ പൊറുതിമുട്ടുന്നു. വേലിയേറ്റം തടയുന്നതിനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷിന് നിവേദനം നൽകി. പൊന്നാനിയിലെ കർമ്മ റോഡ് മാതൃകയിൽ ഒരു തീരദേശ റോഡ് നിർമ്മിക്കുകയാണെങ്കിൽ വേലിയേറ്റത്തെ പ്രതിരോധിക്കാനും ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാധിക്കുമെന്നും ടൂറിസം മേഖലയുടെ വികസനത്തിലൂടെ പഞ്ചായത്തിന്റെ നാനോന്മുഖമായ വളർച്ചയ്ക്കും ആക്കം കൂട്ടുമെന്നും ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു. ഇക്കാര്യങ്ങൾ മുൻനിർത്തിയാണ് ജനകീയ ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് പി.കെ. ഫസലുദ്ദീൻ, ജനറൽ സെക്രട്ടറി പി. അബൂബക്കർ, ട്രഷറർ പി.എം. യഹിയ, വൈസ് പ്രസിഡന്റ് മുഹമ്മദ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എ.പി. ഷാജഹാൻ, ഫൈസൽ കുറുപ്പത്ത്, ഉസ്മാൻ, അഗസ്ത്യൻ, പി.കെ. അബ്ദുൾ മജീദ് എന്നിവർ നിവേദനം സമർപ്പിച്ചത്. ജനകീയ ആക്ഷൻ കൗൺസിൽ എന്ന ഈ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ തീരദേശ റോഡുമായി ബന്ധപ്പെട്ട ഒരു നിവേദനമാണിത്. നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യമാണ് തീരദേശ റോഡ് എന്നല്ല. ചുറ്റുവെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമായതുകൊണ്ട് വേലിയേറ്റം മൂലം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങൾ നമ്മുടെ ഈ പ്രദേശത്തുണ്ട്. അപ്പോൾ ഈ ഒരു നിവേദനം നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വെച്ച് വേണ്ടപ്പെട്ട അധികാരികളുടെ അടുത്തേക്ക് എത്തിക്കാനുള്ള എല്ലാ നടപടികളും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നതായിരിക്കും.